ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അതിൻ്റെ മീൻ എന്താണ്, വേരിയൻസ് എന്താണെന്നൊക്കെ കണ്ടു നമ്മൾ. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചതുപോലെ ഈ രീതിയിലുള്ള കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന, ഓൾറെഡി ഞാൻ പറഞ്ഞു, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആവുന്ന സമയത്ത് എക്സിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് -∞ മുതൽ ഇൻഫിനിറ്റി വരെ എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഈ -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എക്സിൻ്റെ വാല്യൂസിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ, അതായത് ഒരു ഫൈനൈറ്റ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഇൻ്റർവെൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 മുതൽ 1 വരെ അല്ലെങ്കിൽ 1 മുതൽ 2 വരെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ മാത്രം പ്രോബബിലിറ്റി ഉണ്ടാവുന്ന, അവിടെ മാത്രം പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യും. ആ പ്രോബബിലിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ സപ്പോസ് 1 to 2 ആണ് ഞാൻ എടുക്കുന്ന ഇൻ്റർവെൽ എങ്കിൽ ആ 1 to 2 വരെ ഒരു പെർട്ടിക്കുലർ പ്രോബബിലിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1/n എന്നുള്ളൊരു പ്രോബബിലിറ്റി ആണെങ്കിൽ അവിടെ ത്രൂ ഔട്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ ആ പറഞ്ഞിരിക്കുന്ന റാൻഡം വേരിയബിളിന് ഉണ്ടാവുക. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന 1, 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിന് പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ആ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. നമുക്ക് നേരെ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. അപ്പോൾ ഡെഫിനിഷൻ പറയുന്നത്, എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇന്റർവെൽ ഓപ്പൺ എ ബി. എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്പൺ ഇന്റർവെൽ എ ബി ആണ്, അതായത് n പോയിന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് അല്ല. ഈ എ ബി എന്ന് പറയുന്നത് ഇനി ആർബിട്രറി വാല്യൂ ആണ്, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, എന്തായാലും കുഴപ്പമില്ല. ഇന്റർവെൽ വേണമെങ്കിൽ എന്താവാം, -1 to 3 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരാം. നെഗറ്റീവ് എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല. എ ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആർബിട്രറി കോൺസ്റ്റൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, which is denoted by u of ab. u of ab എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് u of ab. ഓക്കെ, അതായത് ഏത് ഇന്റർവെല്ലാണ് അവിടെ ആ ഇന്റർവെൽ സ്പെസിഫൈ ചെയ്യാം. If its probability density function is given by f of x is equal to 1/b minus a for a less than x less than b and ശ്രദ്ധിക്കാം ഇതിൻ്റെ കൂടെ തന്നെ equal to 0 otherwise. ഓക്കെ, അതായത് നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിളിന് എ ബി എന്ന് പറയുന്ന ഓപ്പൺ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ മാത്രം 1/b minus a എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും. അതല്ലാത്ത ബാക്കി എല്ലാ റീജിയൻസിലും ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. കാരണം ഇവിടെ ആകെ ഉള്ളത് എ ടു ബി വരെ മാത്രമാണ് വാല്യൂ ഉള്ളത്. ഒരു ഇന്റർവെൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ എയും ബിയും ഫിക്സഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1/b minus a എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഒരു ഫിക്സഡ് വാല്യൂ ആകുമ്പം ഒരു ഇന്റർവെല്ലിൽ ത്രൂ ഔട്ട് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആ പേര്. യൂണിഫോം ആയിട്ട് ആ എ ബിയിൽ, ഓപ്പൺ എ ബിയിൽ ഒരു ഫിക്സഡ് വാല്യൂ വരുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന്റെ ഗ്രാഫും കൂടി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്കറിയാം ഏതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരക്കാം, ഒരു ഗ്രാഫ് വരക്കാം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കിപ്പം എടുക്കുന്ന സമയത്ത് ഇതാണ് എക്സിന്റെ വാല്യൂ, കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ നമ്മളിങ്ങനെ എടുത്താൽ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എ ബി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സപ്പോസ് ഇവിടെയാണ് എൻ്റെ എ ബി എന്ന് വിചാരിക്കാം. ഇനി ഇവിടെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, സപ്പോസ് ഞാൻ എടുക്കുന്ന എ ബി ഇവിടെയാണെങ്കിൽ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, അവിടെ മാത്രം 1/b minus a, ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റിലും, ഇതിനിടയിലുള്ള എല്ലാ പോയിന്റിലും എന്താണ്, 1/b minus a ആണ്. ഓക്കെ, ബാക്കിയുള്ളിടത്തൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണ് നമുക്ക് വരക്കാൻ പറ്റുക. ഓക്കെ, ഇതിന്റെ ഒരു നല്ലൊരു ക്ലിയർ പിക്ചർ ഞാൻ തരാം, നോക്കാം. അപ്പോൾ ഈ പിക്ചറിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് നോക്കാം. എക്കും ബിക്കും ഇടയിൽ ഈ എയും ബിയും പോസിറ്റീവ് സൈഡിൽ വരച്ചത് കൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് വേണമെങ്കിലും വരക്കാം. ഇപ്പോൾ ഈ ഗ്രാഫ് വേണമെങ്കിൽ ഇതിങ്ങനെയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് വരാം, അപ്പോൾ -4 to ഈ പറഞ്ഞിരിക്കുന്ന -2, ഇങ്ങനെ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്റർവെൽസ് വരാം. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ടാവുക. ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഇത് ഏകദേശം ഇവിടെ മാത്രം ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ
പ്രോബബിലിറ്റി ഉണ്ട്, ബാക്കിയുള്ളിടത്തൊന്നും ഇല്ല അല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ വേറൊരു പേരാണ് റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ രണ്ടും ഒന്ന് തന്നെയാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം എവിടെയാണ് എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ മാത്രം 1/b-a. ചില ടെക്സ്റ്റിൽ ആൽഫ ബീറ്റ, ഈ എക്കും ബിക്കും പകരം എന്ത് ചെയ്യും, ആൽഫ ബീറ്റ എന്നുള്ളൊരു വാല്യൂ എടുത്തിട്ട് ചെയ്യുന്നുണ്ടാവും. അവിടെ ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ മാറ്റുന്നതേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരു ആർബിട്രറി വാല്യൂ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മാത്രം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ അവിടെ ആ ഇക്വേഷൻ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നു. ഓക്കെ, ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് യൂണിഫോം റാൻഡം വേരിയബിൾ എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു PDF ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എന്താണ് CDF ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയും എന്താണ് പ്രോബബിലിറ്റി ഓഫ് എന്ത് വരും, ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇന്റർവെല്ലിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതിയിൽ വരും. എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണെങ്കിൽ, അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ഈ 3 കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് പറയണം. അപ്പോൾ ഇവിടെ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണ് നമ്മൾ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂ എങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ ആണ്. അത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എ മുതൽ എക്സ് വരെ 1/b മൈനസ് എ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന സംഭവം അവിടെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ഇത് എപ്പോഴാണ് വരിക, നമുക്ക് ഡിഫൈൻ ചെയ്ത ഇന്റർവെല്ല് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണ്, അതുപോലെ അതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ CDF ഈ രൂപത്തിൽ വരിക. ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് സാധാരണ രീതിയിൽ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനും വേരിയൻസും എന്താണെന്ന് നോക്കും. ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മീനും വേരിയൻസും ആണ്. മീനും വേരിയൻസും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് മീൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അല്ല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ ഓവർ എക്സ്, എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് -∞ മുതൽ ∞ വരെ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സിന്റെ വാല്യൂയുടെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കാം. എന്താണ്, -∞ മുതൽ ∞ വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിലും ഇവിടെ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ മാത്രമാണ് ഇതിന് എന്തുള്ളത് 1/b മൈനസ് എ എന്ന് പറഞ്ഞ വാല്യൂ ഉള്ളത്. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന ഇന്റർവെല്ലിൽ ഇവിടെ 0 ആണ്, അതുപോലെ എന്താണ് ഇവിടെയും എന്താണ് 0 ആണ്. ഇവിടെ മാത്രമാണ് ഫംഗ്ഷൻ എന്തുള്ളത്, ഒരു നോൺ സീറോ വാല്യൂ ഉള്ളത്. അപ്പോൾ ഇന്റഗ്രൽ എങ്ങനെ സ്പ്ലിറ്റ് ആവും, -∞ മുതൽ ∞ വരെ എന്നുള്ളത് -∞ മുതൽ എ വരെ, -∞ ടു എ, ദെൻ എ ടു ബി, ദെൻ ബി ടു ഇൻഫിനിറ്റി. ഇനി -∞ മുതൽ എ വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഇവിടെ എഫ് ഓഫ് എക്സ് നമുക്കറിയാം എ മുതൽ ബി വരെ മാത്രമേ എന്തുള്ളൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. എ മുതൽ ബി വരെ എന്താണെന്ന് അറിയാം 1/b മൈനസ് എ. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/b മൈനസ് എ. ഇവിടെ എന്താക്കാം, ലാസ്റ്റ് ബിക്ക് ശേഷം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ ഈ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, അവിടെയും 0, മൂന്നാമത്തെ ഇന്റഗ്രൽ വാല്യൂ 0 വരെ. അതുകൊണ്ടാണ് -∞ ടു ഇൻഫിനിറ്റി ഓൺലി ആ പറഞ്ഞിരിക്കുന്ന ഇന്റർവെല്ലിന് നോൺ സീറോ വാല്യൂ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ എ ടു ബി എക്സ് ഇൻറ്റു 1/b മൈനസ് എ ഡി എക്സ്. 1/b മൈനസ് എ എന്താ, കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുക. സോ എക്സ് ഡി എക്സ് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 1/b മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 വിത്തിൻ ലിമിറ്റ് ബി ആൻഡ് എ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും, 1/b മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം ബി സ്ക്വയർ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്, അത് ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് നമുക്ക് എന്ത് കിട്ടുക, ഈ പറഞ്ഞിരിക്കുന്ന എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ തിരിച്ചിട്ടാണുള്ളത്, ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. സോ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് വരും. ഓക്കെ, ഡിവൈഡ് ബൈ 2. ഇനി താഴെയും എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുണ്ട്, ഒരു ബി മൈനസ് എ ഉണ്ട്, ക്യാൻസൽ ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, ബി പ്ലസ് എ ബൈ 2. അതായത് മീൻ ഓഫ് ദ
മീൻ ഓഫ് ദി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്യണം. ബി പ്ലസ് എ ബൈ 2 എപ്പോൾ തന്നിരിക്കുന്ന ഇന്റർവെല് എ ബി ആണെങ്കിൽ, സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓൺ -3 ആണെങ്കിൽ നമ്മുടെ മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ, ഇവിടെ എക്ക് പകരം എന്താണ്? -3 ആണ്, ബിക്ക് പകരം 3 ആണ്, രണ്ടും കൂടി സം ചെയ്യുക, അപ്പോൾ 0 എന്നൊരു രൂപത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അപ്പോൾ ഈ എയും ബിയും എന്താണ്? ആർബിട്രറി വാല്യൂ ആണ്. തന്നിരിക്കുന്ന ഇന്റർവെലിനനുസരിച്ചിട്ട് എയും ബിയും എന്താണെന്ന് നോക്കുക, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇതേപോലെ തന്നെ നമ്മൾ -∞ to ∞ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. നേരത്തെ പറഞ്ഞ അതേ കാരണം എക്കും ബിക്കും ഇടയിൽ മാത്രമേ നോൺ സീറോ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എ ടു ബി എക്സ് സ്ക്വയർ ഇൻറ്റു ആ എ ടു ബി ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 1/b - a ആണ്. അതവിടെ കൊടുക്കുക. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുക. ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് 1/b - a ഇൻറ്റു x³/3. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്ന സമയത്ത് 1/b - a b³ - a³/2. ഇനി നമുക്കറിയാം a³ - b³ a - b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b² എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ പ്രകാരം ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന b³ - a³ നമുക്ക് എന്തായിട്ട് എഴുതാം നോക്കുക. 1/b - a ഇൻറ്റു b - a ഇൻറ്റു ഈ പറഞ്ഞിരിക്കുന്ന ടേമിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. b - a ഇൻറ്റു b² പ്ലസ് a² പ്ലസ് ab. ഓക്കെ, ഇത് ആ ഫോർമുല നമ്മൾ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇത് നമ്മൾ പരമാവധി സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1/b - a എന്തുണ്ട്, അതേപോലെ ന്യൂമറേറ്ററിൽ ഒരു b - a ഉണ്ട്, രണ്ടും കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് വരും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, b² പ്ലസ് a² പ്ലസ് ab /2 എന്ന് വരും. ഇനി നമുക്ക് വേരിയൻസ് കാണാമല്ലോ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് b പ്ലസ് a/2 കിട്ടിയിട്ടുണ്ട്. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ b² പ്ലസ് a² പ്ലസ് ab/2 എന്ന് കിട്ടും. 2 അല്ല 3 ആണ്. കാരണം എന്താ, x³/3 ആണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, ഇവിടെ 3 വരും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടും 3 ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന x² എന്ന് പറഞ്ഞാൽ b² പ്ലസ് a² പ്ലസ് ab/3. ഇനി ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഇനി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിനോമിനേറ്റർ 4, ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന് നിങ്ങൾ 4 ഇൻറ്റു b² പ്ലസ് a² പ്ലസ് ab, ഇവിടെയുള്ള 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയുള്ള 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ b പ്ലസ് a ഹോൾ സ്ക്വയർ ആണ്, അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. എന്ത് വരും, b² പ്ലസ് a² പ്ലസ് 2ab. ഓക്കെ, ദെൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും b² പ്ലസ്, കാരണം ഇവിടെ 4b², ഇവിടെ -3b², എന്തായി, b² ആയി. 4 ഇൻറ്റു a² മൈനസ് 3 ഇൻറ്റു a², ദാറ്റ് ഈസ് പ്ലസ് a² വരും. 4 ഇൻറ്റു ab മൈനസ് 6 ഇൻറ്റു ab മൈനസ് 2ab. ഇനി നമുക്കറിയാം ഇതിപ്പോൾ ഏത് ഫോമിലുള്ളത്, b² പ്ലസ് a² മൈനസ് 2ab. ഏത് ഫോമില, b - a ഹോൾ സ്ക്വയർ /12. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b - a ഹോൾ സ്ക്വയർ /12. ഈ b - a എന്ന് എടുക്കാൻ കാരണം നമുക്കറിയാം ഇന്റർവെൽ എടുക്കുന്ന സമയത്ത് a ടു b ആണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ b അല്ലേ വലുതുണ്ടാവുക. നമുക്ക് ആ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടണം എന്നുള്ള രീതിയിൽ കൊണ്ടാണ്, കാരണം വേരിയൻസ് എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആണെന്ന് അറിയാം. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, b - a എന്നെടുക്കുന്നത്. തിരിച്ചെടുത്താൽ നമുക്ക് അതിൻ്റെതായ പ്രശ്നം കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് b - a ഹോൾ സ്ക്വയർ /12 എന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടാണ്. സോ b - a √12 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരിക. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ദ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് PDF f of x equal to 1/4 where 1 less than or equal to x less than or equal to k equal to 0 otherwise. ഫൈൻഡ്, നമുക്കറിയാം k വരുന്ന കേസിൽ നമ്മൾ എന്തായാലും kയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈൻഡ് ദി വാല്യൂ ഓഫ് k ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് 2.1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3.4 ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇത് നോക്ക്, ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു യൂണിഫോം തന്നെയാണ്. കാരണം എന്താ, ഈ k എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. അത് അവിടെ നിൽക്കട്ടെ, k എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഇന്റർവെല്ലിന് മാത്രം ഒരു ഫിക്സഡ് വാല്യൂ 1/4 എന്ന് പറയുന്നത് എന്താ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഒരു ഇന്റർവെല്ലിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ബാക്കിയുള്ളിടത്തൊക്കെ 0. അത് ശരിക്കും ഏതിന്റെ PDF തന്നെയാണ്,
ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF ആണ്. അപ്പൊ ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് എന്തെടുക്കാം, ആ f(x) അല്ലെങ്കിൽ ആ PDF കാണുന്ന സമയത്ത് അതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി അതല്ല, ഈ പറഞ്ഞിരിക്കുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു നോളജ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ യൂണിഫോം ആണെങ്കിൽ ഈ പറഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറെ കൂടി എളുപ്പമുണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കെയുടെ വാല്യൂ കാണാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ f(x) എന്ന് പറയുന്ന ഒരു PDF ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ -∞ to ∞ f(x) dx എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഏരിയ അണ്ടർ ദി കർവ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി മസ്റ്റ് ബി എന്തായിരിക്കും, 1 ആണ്. സോ ഇന്റഗ്രൽ -∞ to f(x) dx is always എന്തായിരിക്കും, ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് വരിക. എന്ന് വെച്ചാൽ f(x) ന്റെ വാല്യൂ എവിടെ മാത്രമേ ഉള്ളൂ, 1 മുതൽ k വരെ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രേഷൻ എന്തായിട്ട് മാറും, -∞ to ∞ എന്നുള്ളത് 1 to k. അവിടെ 1 to k f(x) ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1/4 ആണ്. സോ 1/4 dx. ഓക്കെ, സോ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 1/4 ഇൻറ്റു ഈ പറഞ്ഞിരിക്കുന്നത് 1 to k ആണ്. 1/4 പുറത്തെടുക്കുക, ഇന്റഗ്രൽ dx x വരും. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ k - 1 എന്ന് വരും. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു k - 1 ഈക്വൽ ടു 1 വരും. therefore k - 1 ഈക്വൽ ടു 4. therefore k ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കെയുടെ വാല്യൂ കിട്ടി 5 ആണ്. ഓക്കെ, ഇനി നമുക്കിത് കണ്ടുപിടിക്കാലോ. പ്രോബബിലിറ്റി ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന 2.1 to 3.4 അത് എന്താണ്, നമ്മുടെ എടുക്കുന്ന 1 to 5 ഇടയിലുള്ള ഇന്റർവെൽ ആണെന്ത്, 2.1 മുതൽ 3.4 വരെയുള്ളത്. അപ്പം നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആ പറഞ്ഞിരിക്കുന്ന f(x) തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം 1 മുതൽ 5 വരെ 1/4 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 2.1 മുതൽ 3.4 വരെ എന്ത് തന്നെ ആയിരിക്കും, ഈ പറഞ്ഞ 1/4 തന്നെയാണ്. അപ്പൊ 1/4 എന്ത് ചെയ്യുക, അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. നമുക്കറിയാം P(a) x b എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f(x) dx ആണ്. ഇവിടെ f(x) ന്റെ വാല്യൂ 1/4 ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.325 എന്ന് കിട്ടും. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ എക്സ് യൂണിഫോം ആണുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താ, ഇഫ് എക്സ് ഫോളോസ് യു എ ബി ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, a+b/2 ആണെന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എയുടെ വാല്യൂ എത്രയാ, എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്. സോ a+b/2 ദാറ്റ് ഈസ് 1 + 5/2 ദാറ്റ് ഈസ് 6. ഓക്കെ, ഇവിടെ എക്സ്പെക്ടേഷൻ നമ്മൾ എന്താണ്, ഇത് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും എക്സ് ഫോളോസ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എഴുതാം. u1 5 എന്ന് എഴുതിയതിന് ശേഷം മാത്രമേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എഴുതാൻ പാടുള്ളൂ. കാരണം അതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് എടുത്തത്. ഇനി ഒരാൾക്ക് ഈ പറഞ്ഞ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അറിയില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. -∞ to ∞ x ഇൻറ്റു f(x) എന്ന് പറയുന്ന ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സാധാ രീതിയിൽ എന്ത് വരും, 1 to 5 നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഇൻറ്റു f(x) എന്ന് വരും 1/4 dx. ഇതിനെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ നമുക്കവിടെ കിട്ടും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും സാധാ മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ -3, ഫൈൻഡ് p of x less than 2, p of mod x less than 2, p of mod x minus 2 less than 2. ഈ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് വാല്യൂ ഫോർ വിച്ച് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ k ഈക്വൽ ടു 1/3. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നതിന് മുന്നേ മോഡുലസിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി തരാം. ഇവിടെ മോഡ് ഒരു ജനറൽ കേസ് എടുക്കാം. മോഡ് x - a ലെസ് ദാൻ ഓർ ഈക്വൽ ടു k എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താ, ഈ x - a എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷെ അതിന് മോഡ് എടുക്കുന്ന സമയത്ത് അത് എപ്പോഴും എന്താണ്, k എന്ന് പറയുന്ന വാല്യൂനെക്കാട്ടിയും കുറവായിരിക്കും. നിങ്ങൾ ഇതിപ്പോൾ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് -2 മുതൽ 2 വരെയുള്ള വാല്യൂസ് ഞാൻ എടുക്കാം. ഇവിടെ നിങ്ങൾ 1/2 എടുത്തു. ഈ 1/2 എന്ന് പറയുന്നത് എന്താണ്, മോഡ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയാലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, -1/2 എടുത്താലും അതിന്റെ മോഡ് വാല്യൂ എന്ത് തന്നെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ ഈ ഇന്റർവെൽ എടുക്കുമ്പം ഈ പറഞ്ഞിരിക്കുന്ന
മോഡുലസ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മോഡ് ലെസ് ദാൻ ഈക്വൽ കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കുള്ള വാല്യൂസും എന്ത് വരും? ഈ ഇന്റർവെലിന്റെ ഉള്ളിൽ വരുന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ കെ എന്ന് പറഞ്ഞാൽ ശരിക്കും മീൻ ചെയ്യുന്നത് നമ്മുടെ എക്സ് മൈനസ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയിലായിരിക്കും? മൈനസ് കേക്കും ഇടയിലായിരിക്കും നമ്മുടെ എന്തുണ്ടാവുക? ഈ പറഞ്ഞിരിക്കുന്ന എക്സ് മൈനസ് എ. ഇനി ഇനീക്വാലിറ്റി സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്. ദെൻ നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ എഴുതി വെക്കുക. ഇനി പ്രോബബിലിറ്റി ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമെങ്കിൽ എക്സ് മൈനസ് എയുടെ വേരിയേഷൻ അല്ല, എക്സിന്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ് നമ്മൾ ഇന്റഗ്രേഷൻ വെച്ചിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എ എനിക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിനുവേണ്ടി ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്താ? എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാം? ഒരു പ്ലസ് എ കൊടുത്താൽ പോരെ. ദാറ്റ് ഈസ് എക്സ് മൈനസ് എ പ്ലസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് എ എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ കേക്കും ഇടയിലാണെങ്കിലും എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മാത്രം വരും. എക്സ് എന്ന് പറയുന്ന വാല്യൂ മൈനസ് കെ പ്ലസ് എക്കും അതുപോലെ കെ പ്ലസ് എക്കും ഇടയിലായിരിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ 2ഉം 3ഉം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉപകാരപ്പെടും. സോ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് വരാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് തന്നിട്ടില്ല. എഫ് ഓഫ് എക്സിന് പകരം നമുക്കൊരു ഇന്റർവെൽ ആണ് തന്നത്. ആ ഇന്റർവെല്ല് എ ബി ആണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/b മൈനസ് എ ആണ്. ഇവിടെ ബിക്ക് പകരം എന്താണ്? 3 ആണ്. എക്ക് പകരം എന്താണ്? -3 ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/3 മൈനസ് -3 ദാറ്റ് ഈസ് 1/6. എപ്പോൾ മാത്രം? -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 വരുമ്പോൾ മാത്രം. ദെൻ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ലെസ് ദാൻ 2. പി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം 2 വരെ എന്ന് വെച്ചാൽ എവിടെ നിന്ന് വരും ശരിക്കും? -∞ ടു. സോ പി ഓഫ് എക്സ് ലെസ് ദാൻ 2 ഈസ് ഈക്വൽ ടു -∞ ടു 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. പക്ഷേ നമുക്കറിയാം -∞ മുതൽ 2 വരെ ഇപ്പോൾ ഈ ഇന്റർവെൽ എടുത്താൽ ഇവിടെ -∞ മുതൽ 2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം എത്ര വരെ ഉള്ളൂ? -3 മുതൽ നമ്മുടെ 3 വരെ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ഈ -∞ ടു 2 വരെ കംപ്ലീറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഇന്റഗ്രൽ എന്താവും? 2 രീതിയിലായിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ മാത്രം എന്തുണ്ട്? ഫംഗ്ഷന് 1/6 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറമൊക്കെ എന്താണ്? ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ആ ഇന്റഗ്രൽ -3 ടു 2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/6. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ 1/6 കോമൺ ആയിട്ട് എടുക്കുക. ഡി എക്സിൻ്റെത് എക്സ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 + 3 ദാറ്റ് ഈസ് 5/6 വരും. എന്ത്? പി ഓഫ് എക്സ് ലെസ് ദാൻ 2. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ? അടുത്ത പ്രോബ്ലം മോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ 2. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് ശരിക്കും ഒന്ന് മനസ്സിലാക്കാം. പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ 2 നമുക്കറിയാം. മോഡ് എക്സ് ലെസ് ദാൻ 2 എന്ന് മാത്രം പറഞ്ഞാൽ എന്താ? മോഡ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 അല്ലേ? അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. എന്ത് വരും? -2 ടു 2 നമ്മുടെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സിന് നമ്മൾ എന്ത് ചെയ്യാം? 1/6. അപ്പോൾ ഈ ഒരു കൺവേർഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതറിയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലം സിമ്പിളാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിക്കോ. പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ 2 ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -2 ടു 2 എഫ് ഓഫ് എക്സിന് വരെ 1/6 ഡി എക്സ്. ഇനി 1/6 പുറത്തെടുത്താൽ എന്ത് വരും? ഈ പറഞ്ഞിരിക്കുന്ന 2 + 2 ആണ്. 2 അപ്പർ ലിമിറ്റ് 2 ആണ്. -2 ദാറ്റ് ഈസ് 2 + 2 ദാറ്റ് ഈസ് 4/6 ദാറ്റ് ഈസ് 2/3. അപ്പോൾ എന്തായി? ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ, മോഡ് എക്സ് -2 ലെസ് ദാൻ 2 ആണ്. എന്ത് വരും? ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ നമ്മൾ മോഡ് എക്സ് -a ലെസ് ദാൻ കെ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? രണ്ട് സൈഡും എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് വെച്ചിട്ട് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. -2 ലെസ് ദാൻ, അതായത് മോഡിൻ്റെ ഉള്ളിൽ എന്താണോ വരുന്നത് അത് ലെസ് ദാൻ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ ആ മോഡ് വാല്യൂവിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എത്രയാണോ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണോ അത് ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് കെ മുതൽ കെ വരെ ആയിരിക്കും എന്നുള്ളതാണ് ജനറൽ റിസൾട്ട്. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഞാൻ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു. എക്സ് -2 ലെസ് ദാൻ 2. ഇനി ഇവിടെ നമുക്ക് എക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ -2 ഒഴിവാവണം. -2 ഒഴിവാവണം നമ്മൾ എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് +2 കൂട്ടുക. +2 ഇവിടെ മാത്രം ജസ്റ്റ് കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇനിക്വാലിറ്റിക്ക് വ്യത്യാസം വരാണ്ടിരിക്കണമെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണം? +2 കൊടുക്കുക. അങ്ങനെ 2 കൊടുക്കുന്ന സമയത്ത് പ്രോബിലിറ്റി ഓഫ് -2 +2 ലെസ് ദാൻ എക്സ് -2 +2 എല്ലാത്തിനും എന്ത് ചെയ്യുക? +2 കൂട്ടുക. അപ്പം ഇങ്ങനെ ഈ സൈഡ് എന്താവും? 0 ആവും. ഇവിടെ എന്താവും? 4 ആവും. ഇനി
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എവിടുന്ന് മുതലാണ് -3 മുതൽ 3 വരെയാണ് എന്ത് 1/6. പക്ഷെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നത് എവിടെ 0 മുതൽ 4 വരെ. അപ്പൊ 0 എന്തായാലും ഈ പറഞ്ഞ -3ക്കും 3ക്കും ഇടയിലാണ്. പക്ഷെ 4 എന്ന് പറയുന്നത് എന്താ ഔട്ട്സൈഡ് വരുന്ന ഒരു റീജിയൻ ആണ് അല്ലെ. അപ്പൊ ഔട്ട്സൈഡിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ 0 to 4 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ ഇന്റഗ്രൽ വാല്യൂ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അവിടെ f(x) വാല്യൂ രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഇന്റഗ്രൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 to 3 then 3 to 4. 0 to 3 f(x)ന്റെ വാല്യൂ 1/6 ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം ഫംഗ്ഷന് വാല്യൂ ഇല്ല, പ്രോബബിലിറ്റി ഇല്ല, സോ 0 കൊടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/2 കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് k ഫോർ വിച്ച് എന്താണ് പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ k ഈക്വൽ ടു 1/3 ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഈ പറഞ്ഞിരിക്കുന്ന kയുടെ വാല്യൂ എവിടെയൊക്കെ വരാം. നമ്മൾ എടുക്കുന്ന -3 എന്ന് പറയുന്ന ഇന്റർവെൽ എടുക്കുന്നതായിരിക്കാം. ഓക്കെ, സപ്പോസ് ഞാൻ എടുക്കുന്ന ഇന്റർവെല് ഇതിന് ശേഷമാണ് വരുന്നത് വിചാരിക്കാം. സപ്പോസ് k എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ, ഓക്കെ, ഇപ്പുറം വരുന്നൊരു വാല്യൂ ആണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എന്താവും, എക്സ് ഗ്രേറ്റർ ദാൻ k എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിനെക്കാട്ടും കൂടുതലും ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വരും, 3 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ എന്ത് ചെയ്യണം, സം ചെയ്യണം. 3 മുതൽ ഇൻഫിനിറ്റി വരെ അതിന് എന്തെങ്കിലും ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവോ? കാരണം എന്താ, പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്, ഈ പറഞ്ഞ k എന്ന് പറയുന്നത് 3യേക്കാൾ അപ്പർ സൈഡിലാണെങ്കിൽ അവിടെ 3 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷന്റെ വാല്യൂന് എന്തില്ല, പ്രോബബിലിറ്റി ഇല്ല. അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിലോ, സപ്പോസ് k എന്ന് പറയുന്നത് -3യേക്കാൾ മുകളിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ വാല്യൂ ആണെന്ന് വിചാരിക്കാം. അവിടെയും ഈ ഒരു പ്രശ്നം നമുക്ക് വരും. എന്താണ്, -3യേക്കാൾ, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ -3 എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും, ഈ പറഞ്ഞിരിക്കുന്നത് -3 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് അവിടെ കൊടുക്കാം. പക്ഷേ -3 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താ, 3 വരെയാണ്. അപ്പൊ 3 വരെ വരുമ്പം സ്വാഭാവികമായിട്ടും ഈ ഇന്റർവെലിന്റെ വാല്യൂ എന്താവും, -3 മുതൽ 3 വരെ ആ ഫംഗ്ഷൻ വാല്യൂയെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു മീനിങ് വരും. അവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ -3 മുതൽ 3 വരെ മാത്രമേ ഇതിന് ആകെ പ്രോബബിലിറ്റി ഉള്ളൂ. അത് മൊത്തം സം ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും വരിക, 1 അല്ലേ വരിക. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ, 1/3 ആണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പുറത്തല്ല നമ്മുടെ kയുടെ വാല്യൂ ഉള്ളത്. ഓക്കെ, kയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ -3ക്കും 3ക്കും ഇടയിൽ വേറെ എവിടെയോ ആണ്. എന്നാൽ മാത്രമേ അവിടെ പ്രോബബിലിറ്റി എന്താവുള്ളൂ, 1/3 വരുള്ളൂ. അതല്ല ഈ പറഞ്ഞിരിക്കുന്ന -3യേക്കാൾ ഇപ്പുറം വരുന്നൊരു വാല്യൂ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ലെസ് ദാൻ -3 ആണെങ്കിൽ, k ലെസ് ദാൻ -3 ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. -3യേക്കാൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ kയുടെ വാല്യൂ എങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന kയുടെ വാല്യൂ മുതൽ അങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി വരെ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഇൻക്ലൂഡ് ആണ്, -3 മുതൽ 3 വരെ എന്നുള്ള പ്രോബബിലിറ്റി ഇല്ല. പ്രോബബിലിറ്റി അവിടെ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇന്റർവെൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇൻവോൾവ് ആണ്. സോ അവിടെ ആ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്തായാലും 1 ആയിരിക്കും, 1/3 ആയിരിക്കില്ല. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ k എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക, ബിലോങ്സ് ടു -3 to 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇന്റർവെല്ലിൽ -3 മുതൽ 3 വരെയുള്ള എവിടെയോ ആണ് എൻ്റെ k എന്ന് പറയുന്നത്. ആ k മുതലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ p ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ k ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞാൽ k മുതൽ ആ കൺസെപ്റ്റ് മനസ്സിലാക്കണേ. kക്ക് 3 പോസിബിലിറ്റി ഉണ്ട്. ഗ്രേറ്റർ ദാൻ 3 വന്നാൽ ഒബ്വിയസ്ലി പ്രോബബിലിറ്റി 0 ആണ്. പക്ഷെ തന്നിരിക്കുന്നത് 1/3 എന്നാണ്. അപ്പോൾ അതെന്തായാലും പോസിബിൾ അല്ല. ദെൻ k ലെസ് ദാൻ -3 ആണെന്ന് വിചാരിക്കുക. -3യേക്കാൾ കുറവായാൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ k എന്ന് പറയുന്നത് -3യേക്കാൾ കൂടുതൽ എന്നുള്ളതാണ്. -3യേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ -3 to 3 1/6 dx. ഇതിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അവിടെ അതും എന്തല്ല, പോസിബിൾ അല്ല. സോ ഒരേ ഒരു പോസിബിലിറ്റി k എന്ന് പറയുന്നത് എന്താ, -3ക്കും 3ക്കും ഇടയിൽ വരാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എവിടെയോ ആണ് എൻ്റെ k എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ k എന്ന് പറയുമ്പോൾ 3 ഈ പറഞ്ഞ k മുതൽ ഇൻഫിനിറ്റി വരെ വരും. പക്ഷേ എന്താണ്, k മുതൽ 3 വരെ മാത്രമല്ലേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അതിനുശേഷം എന്താണ്, ഇന്റഗ്രൽ വാല്യൂ ഇല്ല. ഓക്കെ, 0 ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന k മുതൽ 3 വരെ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, f ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ k to 3 f ഓഫ് എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, 1/6 കൊടുക്കുന്നു. ഇപ്പോൾ 1/6 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് dx എന്ന് പറഞ്ഞാൽ എന്താ,
എക്സ് ആണ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ 3 മൈനസ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈ 6നെ കൊണ്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും. ദെൻ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് കെ ഇപ്പുറം കൊണ്ടുവരാം. സോ കെ ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 ദാറ്റ് ഈസ് 1. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ കെയുടെ വാല്യൂ 1 ആയാൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? 1/3 കിട്ടേണ്ടത്. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ മാത്രമല്ല ഇനി പഠിക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ.